ഹായ് ഹലോ, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നലെ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് എനിക്ക് സാറ്റർഡേ ഹോളിഡേ ആണ്, ബട്ട് എനിക്ക് കുറച്ച് ജോലി പെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് തീർക്കാനായിട്ട് വന്നതാണ്. അപ്പം ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫോൺ വാങ്ങിക്കാൻ പോവുകയാണ്, ആൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്നാണ് ഫോൺ വാങ്ങിക്കാനുള്ളത്. എൻ്റെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഓഫീസാണ്, വലിയ ബിൽഡിങ്ങാണ്, 11 നിലയുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഷോപ്പിനകത്തോട്ട് കയറാം. ഭയങ്കര തണുപ്പാണ്. ഞാനാണെങ്കിൽ ഇന്ന് സ്വെറ്റർ എടുക്കാനും മറന്നുപോയി. അപ്പോൾ അതൊക്കെ ഓഫീസിൻ്റെ അവിടെ നിന്ന് നടന്ന് ഷോപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് ഫോണൊക്കെ വാങ്ങിക്കണം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സർപ്രൈസുകളൊക്കെ കൊടുക്കുന്ന ഒരു സന്തോഷമല്ലേ. എനിക്കങ്ങനെ ആരും സർപ്രൈസ് ഒന്നും തരാറില്ല, എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിൻ്റെ മുന്നിലെത്തി ഷോപ്പിലോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഷോപ്പിനകത്തോട്ട് കയറാം. ഷോപ്പിനകത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് ഫോണിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റോറാണത്. ഇങ്ങനെ ഷോപ്പിൻ്റെ ഫോണിൻ്റെ സെക്ഷനിലൊക്കെ എത്തി. എനിക്കൊരു ഫോൺ വേണമായിരുന്നു. ഐഫോൺ ആപ്പിൾ 16 ആണ് വേണ്ടതൊക്കെ. ഫൈനലി ഒരു ഗ്രേ കളറ് ഫോൺ സെലക്ട് ചെയ്തു. പിങ്ക് കളർ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പിങ്ക് കളർ വേണ്ട, ഗ്രേ കളർ എടുക്കാമെന്ന്. അങ്ങനെ ഗ്രേ കളർ ഫോണ് സെലക്ട് ചെയ്തു. ഫോണിന് കവർ വാങ്ങിക്കാനുള്ളൊരു പോക്കിലാണ്. ഫോണിന് കവറൊക്കെ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും ഈ ഷോപ്പിനകത്ത് കയറിയതല്ലേ, കുറച്ചൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ വാങ്ങാം എന്ന് വിചാരിച്ചെന്ന് ജസ്റ്റ് കയറി നോക്കുക. പക്ഷെ ഇവിടെ ഒന്നുമില്ല, എനിക്ക് പറ്റുന്നൊന്നുമില്ല. അപ്പം തന്നെ തിരിച്ചു വിട്ടാലോ? ഓൾമോസ്റ്റ് 6:15 ഇനി വീട്ടിൽ പോകണം. ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം. ഫ്രണ്ടിന് സർപ്രൈസ് ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ. ഐഫോൺ 16 പ്രോയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ 16 പ്രോയൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇത് കൊണ്ട് കൊടുക്കണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. നമ്മുടെ 16 പ്രോ കവറിനകത്ത് കിടക്കുന്നുണ്ടോ? എന്നിട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഭയങ്കര രാത്രിയായിരുന്നു. 6:20 ആയതേ ഉള്ളൂ. ഭയങ്കര ട്രാഫിക്കും. വീടിൻ്റെ അടുത്തെത്താറായി. എന്നാലും എത്തണമെങ്കിൽ കുറച്ച് സമയം കഴിക്കും ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ട്. ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം ആളിതൊന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് സർപ്രൈസ് കൊടുത്താലോ? എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ആള് ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അപ്പം നമ്മുടെ ആപ്പിൾ 16 പ്രോ ഒരു സന്തോഷമായിക്കോട്ടെ. ആൾക്ക് നമുക്ക് ഇതേ സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് എവിടെ കാണാനൊന്നും ഇല്ലല്ലോ. ഈ പിണങ്ങിയിരിക്കോ? അതെന്തോ, അത് പണ്ടേ ഉള്ള കൂട്ടുകാരാണ്. പക്ഷെ ഇപ്പോഴാണ് അവൻ എന്റെ കൂടെ. പക്ഷെ അവര് വന്നിട്ട് നല്ലോണം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അയ്യോ അങ്ങനെ പറയല്ലേ. അയ്യോ നമ്മളെ ചന്ത് വേറെ, അവര് വേറെ. അങ്ങനെ പറയല്ലേ, പിണങ്ങല്ലേ. എനിക്ക് വിഷമാവും, കരച്ചില് വരും. പോട്ടെ, സാരമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? അത് മാത്രം എന്നോട് ചോദിക്കരുത്. എന്നെ ഒഴിവാക്കി ഗൈസ്. അയ്യോ അങ്ങനെയല്ല ഗൈസ്. സമയം കിട്ടുന്നില്ല, അതൊരു പ്രശ്നം. പിന്നെ എല്ലാം ഇറങ്ങുമ്പോഴത്തേനും ഒത്തിരി ലേറ്റ് ആവുന്നു. എന്നാലും ഞാൻ വരാറുണ്ട്, ഇല്ലാന്നൊന്നും പറയണ്ട. ചുമ്മാ അങ്ങോട്ട് തള്ളു പറിക്കുക.
അയ്യോ പൊതിച്ചോ? എന്തായിരുന്നു സ്പെഷ്യൽ? ഇന്ന് പൊതിച്ചോറ്. പൊതിച്ചോറൊക്കെ തിന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് പൊതിച്ചോറാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അതെ, ഇനി വേണ്ട ആരോഗ്യം കൂട്ടണ്ട. പിള്ളേരെ വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പൊ വിളിച്ചപ്പോ ഞാൻ തിരക്കിലായി. അപ്പൊ ഞാൻ നിങ്ങളുടെ സാധനം കണ്ടിട്ടുണ്ട്. ഒക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്തുവാ ഡ്രസ് ചെയ്യാറുണ്ട് അത്. എന്നാലും അറിയില്ല. എന്നാലും എന്തായിരിക്കും? എന്തുവാ കയ്യിലൊന്നും ഇല്ലല്ലോ. കാര്യമൊന്നും വേണ്ടല്ലോ, നല്ല സർപ്രൈസ്. എന്തുവായിരിക്കും? എന്നാ കണ്ണടക്കി. കണ്ണടച്ചിരുന്നില്ലല്ലോ. കണ്ണടച്ചു. ഇങ്ങനെ കണ്ണടച്ചാ പോരാ. ശരി, കണ്ണടച്ച് കൈ നീട്ടി എന്നിട്ട് ഞാൻ തരാം. 2 കൈ നീട്ടി കൈ കണ്ണടച്ചേക്ക്. അടച്ചു. അയ്യാ, മറ്റേ ഫോണങ്ങ് മാറ്റ്. എവിടെ വെക്കും ഞാൻ? എവിടെങ്കിലും കൊണ്ടുവന്ന് വെക്ക്. ഒരു മിനിറ്റ്. ഓക്കെ, എന്നാ കണ്ണടച്ചേക്ക്, കൈ നീട്ടിക്ക്. തരട്ടെ? കണ്ണടച്ചു തുറന്നു. പിന്നെ പിന്നെ മറന്നുപോയി, പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചെടുത്തു. ഇപ്പൊ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത ആള്. അയ്യോ, പൊളിച്ചൊക്കെ കാണിയല്ലേ. അപ്പൊ ചേച്ചിനെ മറന്നിട്ടില്ല കേട്ടോ ഗൈസ്. ഇപ്പൊ കണ്ടപ്പോ എല്ലാം മാറ്റി പറഞ്ഞു, എല്ലാം മാറ്റി പിടിച്ചു. അതങ്ങനെയാണ് നമ്മൾ അവസരവാദിയാണ്. കോട്ടയത്തിന്റെ തനി സ്വഭാവം കോട്ടയത്തിന് പറയരുത്, നമ്മള് പാവം പാലക്കാട് അച്ചായത്തിയാണ്. അപ്പൊ ഗൈസ് ഹാപ്പി ഹാപ്പി, വെരി ഹാപ്പി. ഞാനും തരാം. ലിപ്സ്റ്റിക് എല്ലാം പറ്റിയോ? അപ്പൊ ഇതിനെ കളഞ്ഞേക്കാം. ഇതിനെ അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ ഇപ്പൊ വന്ന മുതലല്ലേ, പഴയതല്ലായിരുന്നു ഒരാശ്രയം ഉണ്ടായിരുന്നത്. എന്നാലും എന്നാലും അത് വെച്ചോ. കുറച്ചാൾ ഇതുകൊണ്ട് ചെത്താവും. ചെത്ത് ചെത്ത് ചെത്ത്. അയ്യോ. അപ്പൊ ഗൈസ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നെ ബോക്സ് ഒന്നും പറ്റിച്ചാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നടി മോളെ, ബോക്സ് വന്നിട്ട് പറ്റിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ. എന്നാലും ഞാൻ അപമാനിച്ച് മതിയായില്ലേ. പറ്റിച്ചിട്ടില്ല. മ്യൂസിക് ഒക്കെ ഇടുകയാണ്. പിന്നല്ല, ഓപ്പൺ ബട്ടൺ ഏത് മുകളിൽ തന്നെയല്ലേ? അറിയത്തില്ല ഗൈസ്, ആദ്യമായിട്ടാണ് ഒരു ഐഫോൺ കൈ കിട്ടുന്നത്. അതിന്റെ ഒരു സന്തോഷമായിരിക്കും. അല്ലേ സൈഡില് ഇതന്നല്ലേ അപ്പുറത്ത്. ഗൈസ് ഞാൻ എൻ്റെ ഐഫോൺ ഒന്ന് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. മ്യൂസിക് ആപ്പിളിന്റെ ബാക്കിയാണ് എനിക്ക് ഇവിടെ തന്നത്. മ്യൂസിക് ഇട്, നേ എത്തിക്കഴിഞ്ഞു. ഹലോ വന്നു, ഇങ്ങോട്ട് നോക്കാം. അറബിയിലും വന്നു. പിന്നെ അല്ല, വായിക്കാൻ അറിയത്തില്ല, അത് മാത്രം. വേറെ ഏതൊക്കെയോ ലാംഗ്വേജിൽ വരുന്നുണ്ട് കേട്ടോ. ചൈന ആയിരിക്കും ചിലപ്പോ. ഓടിക്കണം, ഞാൻ പറഞ്ഞേക്കാം. കാശ് എന്നെ എന്നെ കൊടുത്തിട്ട് വാങ്ങിച്ച സാധനം ചൈന എന്നൊക്കെ പറഞ്ഞ് ആശിപ്പിക്കാതെ. അപ്പൊ ഗൈസ് ഇതാ വരുന്നു. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് മാത്രമേ ഉള്ളൂ, വേറൊന്നും വന്നില്ല ഗൈസ്, ഒന്നും വരുന്നില്ല. വന്നു ഗൈസ്, ഫൈനലി ദേ വന്ന് കഴിച്ചു.
അപ്പം ഇങ്ങോട്ട് നോക്കിക്കോ, നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. വിശദമായി പഠിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. ആയിക്കോട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. പിന്നെ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. സന്തോഷമായില്ലേ? ചോദിക്കാനുണ്ട്. സന്തോഷമായി. സന്തോഷമായി ഗോപിയത. ഇനി ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക്, ഡിസ്റ്റർബ് ചെയ്യരുത്. അതിനെപ്പറ്റി പഠിക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. ബൈ ബൈ.